കേരളോ എനിക്കറിയാൻ തോൽക്കാൻ ഒരു അതി മനുഷ്യനെ കളിയാക്കണ ഏർപ്പാട്. മണി 10 കഴിഞ്ഞു. ഉച്ചക്കേ നന്മ തിന്ന അതിനാ താമസ്. എന്താ പിടിച്ചോ. പോവാ. അത് പറയണം. ഭൂതത്തിനെ കവി അവതരിപ്പിക്കുന്നത് ചടുലവും താളാത്മകവുമായ ഒരാഖ്യാന രീതിയിലാണ്. അതെങ്ങനെയാണ് നോക്കാം. അയ്യയ്യാവര വമ്പിളി പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചള തോട കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ അരുകിലലുക്കണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ ചേലിലിഴയും പൂമാല്യം. അയ്യയ്യാവര വമ്പിളി പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. അതെ. എന്നിട്ട് പുറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർകുഴൽ മുട്ടോളം ചോപ്പുകൾ മീതെ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട. അയ്യയ്യ അയ്യയ്യ അയ്യയ്യാവര വഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിഭൂതം. ഉടനെ വരുമോ അതോ? എനിക്ക് അത്യാവശ്യമായി ഒരു സുഹൃത്തിനെ കാണാനുണ്ട്. അരവിന്ദന്റെ കാര്യം ചെയ്യേ, വണ്ടി അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തു. ഈ പട്ടണ എവിടെ പോയി കിടക്ക പണ്ടറങ്ങാനായിട്ട്? സാറേ, മനുഷ്യനായ കുറച്ച് മനുഷ്യത്വം വേണം. നമ്മൾ ഒരുമിച്ച് ഒരു കാറിൽ വന്നു. സാർ ഇവിടെ ഇരുന്ന് ഞാൻ പുറത്തിരുന്ന് കൊതുകടി കൊള്ളുക. എനിക്കും കൂടി പറ. എടോ, ഡ്രൈവർമാരായാൽ ഡ്രൈവർമാരുടെ നിലയ്ക്ക് നിൽക്കണം. നിൽക്കാം, പക്ഷെ പ്രൊഫസർമാരുടെ നിലയ്ക്ക് നിൽക്കണം. പറഞ്ഞാട്ടെ? പറഞ്ഞില്ലെങ്കിലോ? വേണ്ട, പറയണ്ട. പക്ഷെ സംഭവം വീട്ടിലറിയും. അതെങ്ങനെ? തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ സാറേ? എനിക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഞാൻ വീട്ടിൽ പോയി അമ്മാളും കൂടെ പറയാണ്ടിരിക്കൂ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനത്തെ ഒരു വിസ്കി, 2 വിസ്കി. അരവിന്ദനെ ആരും പിടിക്കണ്ട. അരവിന്ദന് വഴി അറിയാം. നാട്ടുകാരെ കേട്ടോട്ടെ. നാട്ടുകാരൊന്നുമില്ലല്ലോ. ഈ കാറി അതല്ല, അതാ വണ്ടി. ഇവിടെ അല്ലേ വേണ്ട. ഇങ്ങനെ വേണേ ഇങ്ങനെ പോവാം. ഇവിടെ കയറണോ? ഒരു ദിവസം പ്രൊഫസർ ഡ്രൈവറാവും, ഒരു ദിവസം ഡ്രൈവർ പ്രൊഫസറാവും. സമി ഇപ്പൊ ഓവറാണ്. സൂക്ഷിച്ചു ഓടിക്കുക. ഞാൻ ഇതിന്റെ പിന്നില് പതുക്കെ കിടന്ന് ഉറങ്ങാണ്. ഞാൻ പറയാം. വണ്ടി വിട്ടേക്കാം സ്വാമി. ഓട്ടെ സ്വാമി. என்னது இப்படி கொரட்டோட தூங்கிட்டு இருக்கீங்க? எந்திரிங்கண்ணா, எந்திரிங்க. காலேஜ் போக வேண்டாமா? மணி ஆறுதுன்னா 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ. எழுந்து குளிச்சிட்டு வாங்க, நான் பிரசாதம் தரேன். എന്റെ പ്രസാദമല്ലേ ഈ മുമ്പിൽ നിൽക്കുന്നത്? இன்னைக்கு என்ன காலையில எந்திரிக்கும் போது நல்ல மூட்ல இருக்கீங்க போல இருக்கே. சரி, சூடா காஃபி கொண்டு வரட்டுமா? tajam 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 tagadi tagana jam tari kita taka tajam 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 tatti tagana jam tari kita taka dittagana jam tari kita taka tattari tattana tajjonu tarigena to tarigena to tarigena to dance ഒക്കെ മതി. ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമല്ലേ?
വാ വാ സമയായി. ആ നാളെ വീട്ടിൽ കഴിച്ചോ? ഇല്ല. ആ. ஏண்டி மேல வந்து விழற? தள்ளி நின்னு விளம்ப கூடாதா? உள்ள போ. அகத்து போன். മടിയിൽ പിടിച്ച് ഉட்கார വെച്ചിരുന്നു. രാവിലെ വഴക്കുണ്ടാക്കാൻ തന്നെ നിന്റെ പുറപ്പാടെന്ന് തോന്നുന്നില്ല. അതെ അതെ, ഞാനാണ് വല്ല വഴക്കുണ്ടാക്കുന്നത്. മോളോടെ പൊണ്ണിയും കൂടെ കൂട്ടിട്ട് ഒന്ന് ഉட்கார വെച്ചിരുതാനേ. എങ്ക ഒറ്റയ്ക്ക് ഇരുന്നാലേ സുഖം കിട്ടൂ. ഓരോ കിലോ ഉപ്പ് വീതമുണ്ട് ഓരോ ഇഡ്ഡലിയിലും. മമ്മി തനിച്ചിരുന്ന് തിന്നോ? അതെങ്ങനെ? ഓരോ പെമ്പിള്ളേരെ കൊണ്ടുവന്ന് നിർത്തും ജോലിക്കെന്നും പറഞ്ഞു. ഡോർക്കെ എത് കിടച്ചാലും സാപ്പിടത്തേക്ക്. മോളെ ഇത്തിരി സാമ്പാർ ഒഴിക്ക്, അപ്പൊ പറയത്തില്ല. ഡാഡിക്ക് പിന്നെ ഇഡ്ഡലിയും സാമ്പാറും കിട്ടിയ വേറെ ഒന്നും വേണ്ടല്ലോ. ചുമ്മാ അല്ല കോളേജിലെ പിള്ളേര് സാമ്പാർ പ്രൊഫസറെന്ന് വിളിക്കുന്നത്. കാലത്തെ മേടിക്കരുത്. സാമ്പാറിട്ടെ ആ പോട്. പോട്ടുങ്ങ. പോതും പോതും. இந்த பாலை அதை குடிச்சிட்டு போங்க. ഗുഡ് മോർണിംഗ് സർ. സമയം എന്തായി? ബസ് കുറച്ച് വൈകി. സാറന്മാരും പിള്ളേരെ പോലെ ആയാലോ? ചെല്ലേ. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ് സർ. എങ്ങോട്ടാ അത്യാവശ്യമായിട്ട് കാലത്തെ? ക്ലാസ്സിലേക്ക്. തോന്നും വരാനും പോകാൻ ഇതെന്താ പബ്ലിക് കൺഫർസേഷൻ ആണോ? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. ഇനി ഇങ്ങനെ താമസിച്ചു വന്നാൽ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായോ? അതല്ലേ ഉണ്ണികൃഷ്ണൻ, എന്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് താൻ. കുഴപ്പം പറയാൻ വെറുതെ വിടും, പക്ഷെ താൻ അങ്ങനെ ആവാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ആ ചെല്ലേ. ഞാൻ ഇങ്ങോട്ട് പോരട്ടെ. എടുത്തോണ്ട് പോ. എല്ലാം കയ്യെത്താ. ഇതെന്താ? പപ്പടം. പപ്പടാണല്ലേ? അപ്പൊ ഇതോ? മോര്. മോരാണല്ലേ? ഇതിലെന്താ? ചോറ്. അപ്പൊ കൂട്ടാനൊന്നുമില്ലേ? എന്നോടൊന്ന് പറയിപ്പിക്കില്ല കേട്ടോ. അയ്യോ കൈ എന്ത് സുഖം നിനക്കുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. മാളൂട്ടി ഇതൊക്കെ ഒന്ന് പിടിച്ചേ. വല്ലാത്ത വിശപ്പ്. ഞാൻ കൊണ്ടിട്ട് പോവാ. വന്നിട്ടുണ്ടാ മതി. വല്ലാത്ത വിശപ്പെന്നേ. വന്നിട്ടുണ്ടാ മതി എന്ന് പറഞ്ഞില്ലേ? വന്നിട്ടുണ്ടാമെന്നപ്പോ പറഞ്ഞ നീ. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഭർത്താവേ, എന്തൊരു വിശപ്പാ വിശപ്പ്. ഇങ്ങനെയുണ്ടൊരു വിശപ്പ്. വിശപ്പ് അട്ടിന്ന് ഇങ്ങോട്ട് കുതിച്ച് കേറി വരല്ലേ. ഇനിയിപ്പോ ഇത് വിശപ്പ് തന്നെ ആവോ? അമ്മോ, ഇല കീറിയാലോ? ഇല കീറിയാ മറ്റേ എടുക്കാലോ. വന്നിട്ടുണ്ടാ മതി. അവള അപ്പൻ്റെ ഉള്ളു അവിടുത്തെ ചോറും മറ്റും. ഞാൻ എൻ്റെ വായനൊന്നും കേൾക്കണ്ട. ഈ പട്ടന്മാരെ കാരണം കൊണ്ടേ ഒരു ബീഫും കൂടി ഉണ്ടാവില്ല പിശാചുകള്. ഇങ്ങോട്ട് പോരെ. ഇങ്ങനെയുള്ള കാര്യം ഞാൻ ഏറ്റു. സാറേ, വിശന്ന് പൊരിഞ്ഞിട്ട് വയ്യ സാറേ, എന്തെങ്കിലും തരണേ. എന്താ? വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. നല്ല വിശപ്പുണ്ട? ആ, നല്ല പൊരിഞ്ഞ വിശപ്പുണ്ട? ആ. എന്തപ്പോ ഇയാൾക്ക് ഇങ്ങനെ വിശക്കണാവോ? ഇന്നാളൊരാളുടെ വിശപ്പ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടല്ലോ. തന്റെ കുടുംബത്തോടെ തന്നെ വിശപ്പ. അപ്പൊ അതൊരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഉണ്ണണത് താൻ അവിടെ ഇരുന്ന് സുഖമായിട്ട് കാണാ. അങ്ങനെ ഇന്നാളൊരാളുടെ വിശപ്പ് മാറിയിട്ടുണ്ട്. നായിന്റെ മോനെ, ഞാൻ വല്ലവനെയും ചാക്കി വെച്ച് രണ്ടു ഒറ്റ വാരി തിന്നാൻ നോക്കുമ്പോ പിച്ചപാത്രം കഴിയാൻ നോക്ക. കൊന്നോളെ ഞാൻ. ഓടാ ഓടാ. നല്ല വിശപ്പുണ്ടെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യടാ പട്ടി. ഉണ്ണിയോ? എന്താടോ താൻ ഇവിടെ? നടക്കാനിറങ്ങിയ പെട്ടിയും പ്രമാണമായിട്ടാണോടോ നടക്കാൻ ഇറങ്ങുന്നത്? സത്യം പറ, താൻ എങ്ങോട്ടാ?
തനിക്കെന്താടോ ഒരു വിഷാദം? സർ, ഞാനിനി കോളേജിലേക്ക് വരുന്നില്ല. താൻ എന്താ പറഞ്ഞത്? കോളേജിലേക്ക് വരുന്നില്ലെന്നോ? അതെ സർ, ഞാൻ പഠിത്തം നിർത്താണ്. നിവൃത്തില്ലാത്തോണ്ടാ. ഒരു സുഹൃത്തിന്റെ ഔദാര്യം കൊണ്ടാണ് ഇത്രയും കാലം തള്ളി നീക്കിയത്. അവനും സ്ഥലം മാറിപ്പോയി. വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അതുകൊണ്ട് പഠിത്തം നിർത്തി തിരിച്ചു പോകാനോ? തന്നെ കുറിച്ച് തനിക്ക് അറിഞ്ഞുകൂടെങ്കിലും എനിക്കറിയാം. എന്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് തന്നെ പോലെ പഠിക്കാൻ മിടുക്കും സ്വഭാവശുദ്ധിയുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അതെനിക്കറിയാമോ? ഒന്നും പഠിച്ചില്ലെങ്കിലും താൻ വെറുതെ പരീക്ഷയ്ക്കൊന്നും ഇരുന്നാ മതി, ഫസ്റ്റ് റാങ്കാ. അതെനിക്കറിയാമോ? ഉണ്ണി, ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, താൻ കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്റെ വീട്ടിൽ ഒരു ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, തനിക്ക് അവിടെ കൂടാം. വേണ്ട സർ. വേണ്ടാത്ത ദുരഭിമാനമൊന്നും വേണ്ട. ആദ്യം അധ്യാപകനെ അനുസരിക്കാൻ പഠിക്കണം. താൻ വാ. ഇതൊന്നും അങ്ങനെ തുറക്കാറില്ല. ഇതാണ് തനിക്ക് താമസിക്കാനുള്ള സ്ഥലം. ഉണ്ണി ഇവിടെ നിൽക്ക്, ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. കളിക്ക്. സാമ്പാർ നല്ല ജോറായിക്കണം കേട്ടോ. ஏன் இப்படி கொழுக்கட்டை முழுங்கின மாதிரி நிக்கிறீங்க? അതെ ബഗി, വല്ലാത്ത ദാഹം. നീ കുറച്ച് വെള്ളം എടുത്തു. ഇவ்வளவுதானா? മാളു, മാളും കീഴും കൊടുത്താൽ ശരിയാവത്തില്ല. ഒരു വലിയ ഗ്ലാസ് നിറച്ച സംഭാരം, കുറച്ച് പച്ചവെള്ളം നല്ല കുനുകുനാ നനഞ്ഞിട്ട്, കുറച്ച് ഇഞ്ചിയും ചതച്ചിട്ട്, കുറച്ച് ഐസും. എന്റെ ഭാഗ്യയുടെ തൃക്കൈ കൊണ്ട് തന്നാലേ എന്റെ ദാഹം തീരൂ. இன்னைக்கு என்ன? അപ്പടുത്താ. சரி, நான் இப்ப கொண்டு வரேன். உப்பு போடணுமா? ഉപ്പ് 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 കൊഞ്ചം കൊഞ്ചം പോയോ? തുറക്കാൻ പാടില്ല. കുറച്ച് നാളത്തേക്ക് താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. തൽക്കാലം താൻ ഇവിടെ താമസിക്കുന്ന കാര്യം എന്റെ ഭാര്യയും മകളും അറിയാൻ പാടില്ല. വേണ്ട സർ, സാർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല ഉണ്ണി. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഭാര്യ ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മണനാണ്. താൻ ഇവിടെ താമസിക്കുന്ന കാര്യം അവൾ അറിഞ്ഞാൽ വേണ്ട, ഇപ്പൊ അറിയാതിരിക്കുന്നത് നല്ലത്. തനിക്ക് ഞാൻ ഒരു സ്റ്റൗ വാങ്ങിച്ചു തരാം. ആഹാരമൊക്കെ വെച്ച് കഴിച്ചു, സ്വൈര്യമായിട്ടിരുന്ന് പഠിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ വർഷത്തെ റാങ്ക് താൻ വാങ്ങണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കും. ഞാനോട് ചെല്ലട്ടെ. പിന്നെ രാവിലെ താൻ ഗൈഡിന്റെ അടുത്ത് നിന്നാ മതി. കോളേജിലേക്ക് പോകുമ്പോ ഞാൻ തന്നെ പിക്ക് ചെയ്യാം. ശരി സർ. ഓക്കെ.